നമസ്കാരം. എപ്പോഴും ഗ്രഹമാറ്റവും രാശിമാറ്റവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാകുന്നു. മാർച്ച് മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിഴൽ ഗ്രഹമാണ് രാഹു എന്ന് നമുക്കറിയാം. രാഹുവും ശനിയും ചേരുമ്പോൾ ചില രാശിക്കാരിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ ശനിയുടെ മഹാശനി മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ രാഹുവും ശനിയുമായും ചേരുന്നതാകുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോഗം പലപ്പോഴും ചില രാശിക്കാർക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്ത നേട്ടങ്ങൾ സമ്മാനിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായ പുരോഗതി വന്നു ചേരാം, ഭാഗ്യം അനുകൂലമാകാം, പലവിധ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക. അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു, അതിനാൽ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മകേരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിന്റെയും ശനിയുടെയും ഈ സംയോജനം അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ശുഭകരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായും ഒട്ടും പ്രതീക്ഷിക്കാത്തതായ മാറ്റങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയത്ത് ജോലിയിലും ബിസിനസ് പരമായും നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളായി മാറും. അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ജോലിയിൽ സ്ഥാനക്കയറ്റം വന്ന് ചേരുന്നതാണ്. കൂടാതെ ശമ്പള വർധനവും ശുഭഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, നിങ്ങളെ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബന്ധങ്ങളുടെ കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം പല രീതിയിലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് രൂപം കൊള്ളുക. കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് പരമായി നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാനും സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേരുവാനും കാര്യ തടസ്സങ്ങൾ തന്മൂലം വന്നു ചേരുവാനും സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കാര്യങ്ങൾ രമ്യതയിൽ തന്നെ പരിഹരിക്കുവാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും രാഹുവിന്റെയും സംയോജനം ശുഭകരമായ മാറ്റങ്ങൾക്ക്, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പലപ്പോഴും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, ആവശ്യമുള്ള ധനം ലഭിക്കുന്നില്ല എന്ന കാര്യത്തിന് ഇത്തരത്തിലുള്ള ദുഷ്കരമായ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ കരാറുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരും. തന്മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്ത ആവശ്യമേ ഇല്ല എന്ന് ചിന്തിക്കും വിധം, അത്തരത്തിൽ തോന്നും വിധം പല കാര്യങ്ങളും അനുകൂലമായി തീരാം. പലപ്പോഴും സ്വത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ദാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും മനസ്സ് അനുവദിക്കുന്നതായ സമയമായി മാറും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ നിങ്ങളെ തേടിയെത്താം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ അല്ലെങ്കിൽ കൈവിട്ടു പോയി എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും അനുകൂലമായി തീർന്നു എന്ന് വരാം. സമ്പാദിക്കുന്നതിൽ നിങ്ങൾ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറും.
ഭാവിയിലേക്ക് കൃത്യമായി നിക്ഷേപിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പല പ്രവൃത്തികളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, മറ്റുള്ളവരിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വാക്തർക്കങ്ങൾ, മറ്റു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകുന്നു. അത് തരണം ചെയ്ത് പ്രത്യേകിച്ചും രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എങ്കിൽ പോലും ചെറിയ തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. കാരണം കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുക. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് രാഹുവിന്റെയും ശനിയുടെയും സംയോജനം നൽകുന്നതായ ഭാഗ്യം നിസാരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലപ്പോഴും ഒൻപതാം ഭാവത്തിലാണ് ഇവർക്ക് ഈ സംയോജനം നടക്കുന്നത്. തന്മൂലം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. മാറ്റങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകുന്നതായ സമയമാകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ധാരാളം യാത്രകൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, അത്തരത്തിലുള്ള യോഗം നിങ്ങളെ തേടിയെത്തും. ബിസിനസ് പരമായ നേട്ടങ്ങൾ പോലും തേടിയെത്തുന്നതായ സമയമാകുന്നു. പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ള ചില വഴികൾ തുറന്നു ലഭിക്കും. അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കരാറുകൾ, പുതിയ ജോലി അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുകയാണ് എങ്കിൽ, അല്പം കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക സ്രോതസ്സിലേക്കുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കുടുങ്ങിക്കിടക്കുന്നതായ ധനം ഉണ്ടായി എന്ന് വരാം. അത്തരം പണം നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കൈവായ്പകൾ തിരികെ ലഭിക്കാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം അത് കൈവശം വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങൾ, പ്രധാനമായും കൈവായ്പകൾ, ലഭിക്കേണ്ടതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ചില സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സാഹചര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിക്കുക എന്നതാണ്. പല വ്യക്തികളുടെയും ഉപദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായി വരാം. എന്നാൽ ആ ഉപദേശങ്ങളിൽ കൃത്യമായ ഉപദേശങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ പലവിധ നഷ്ടങ്ങൾ സംഭവിക്കാം. ഈ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക.